നമ്മൾ ഫസ്റ്റ് സ്കാനിന് പോയപ്പോൾ അവിടെ ആക്ച്വലി അലോ ചെയ്തില്ലായിരുന്നു. അപ്പൊ നമ്മൾ തേർഡ് മന്ത് സ്കാനിന് പോകുമ്പോൾ അവിടെ മിക്കവാറും അലോ ചെയ്യില്ല എന്ന് വിചാരിച്ച ആ മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ ആക്ച്വലി പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റി. ബോധമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. കാര്യം ഉണ്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട് 1990. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. 2 ദിവസം കൊണ്ട് ഒരു നിയമലംഘനങ്ങളുടെ ഒരു പരമ്പരയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസമായിട്ട് ഇത് തന്നെയാണ്, നിയമലംഘനങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ താരം മറ്റാരുമല്ല, നമ്മുടെ ദിയ കൃഷ്ണ, നമ്മുടെ രാജാവിൻ്റെ മകൾ ദിയ കൃഷ്ണയുടെ കേസ് ഇപ്പോൾ ഒരു വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. മിക്കവാറും ഉള്ളയിലാവാനുള്ള വകുപ്പൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊന്നുമല്ല, ദിയ കൃഷ്ണ 2 ദിവസം മുമ്പ്, എനിക്കൊന്ന് ഇന്നലെ എന്തോ ആണെന്ന് തോന്നുന്നു, ഇന്നലെ എന്തോ ഒരു അവരുടെ ദിയ എന്തായാലും പ്രഗ്നൻ്റ് ആണ്, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ 3 മാസത്തെ സ്കാനിങ് എടുത്ത് ആ സ്കാനിങ്ങിൻ്റെ വീഡിയോ തൻ്റെ സോഷ്യൽ മീഡിയ വഴി ടാക്സി വഴിയൊക്കെ എന്ത് ചെയ്തു, ഈ ദിയ കൃഷ്ണ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വൻ വിവാദമായിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഡോക്ടറിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. എന്നിട്ട് അയച്ചു തന്നൊരു വീഡിയോ ആണ് കേട്ടോ. അതിനകത്ത് പുള്ളി പറയുന്നത് ഇങ്ങനെയാണ്: നിയമങ്ങൾ കാറ്റിൽ പറത്തിയ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പുള്ളി ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഈ യൂട്യൂബ് ചാനലിൻ്റെ പേര് യൂട്യൂബ് ചാറ്റ് എന്ന് പറഞ്ഞാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ഏതാണ്ട് 474 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷേ ഇത് ഞാൻ കണ്ടപ്പോൾ ഇത് വളരെ എന്താണ് വാലിഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളതും ദിയ കൃഷ്ണ ചെന്ന് പെട്ടിരിക്കുന്നത് വലിയൊരു കുരുക്കിലാണെന്നും മനസ്സിലായി. എന്നാൽ നമുക്ക് ആദ്യം ഈ പറയുന്ന ഡോക്ടർ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് കേൾക്കാം. പുള്ളി ഒരു ഡോക്ടറാണ് കേട്ടോ. ഈ പുള്ളി ഒരു ഡോക്ടർ എന്നാണ് പുള്ളി പറയുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറിൻ്റെയാണ്, ഒരു ജീവിതശൈലി വ്ളോഗറിൻ്റെ. പുള്ളിക്കാരത്തിൻ്റെ പേര് OC ടോക്സ് എന്ന് പറയും. ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ മകളാണ്. പുള്ളിക്കാരത്തി 3 മാസം ഗർഭിണിയാണ്. പുള്ളിക്കാരത്തി സ്കാനിങ്, അതായത് 3-ാം മാസത്തെ സ്കാനിങ്ങിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ, ഈ സംഭവം അതിനകത്ത് അത് ശരിയാണോ തെറ്റാണോ എന്നത് ഈ നിങ്ങൾ കാണുന്ന 4-5 പേരാണെങ്കിലും കാണുന്നവരൊന്ന് വിലയിരുത്തണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1994 പ്രീ കൺസെപ്ഷണൽ ആൻഡ് പ്രീ നേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടായി. അതായത് ലിംഗനിർണ്ണയം പാടില്ല ഇന്ത്യയിലും. കാര്യം അതിനു മുമ്പ് ഇന്ത്യയിലെ പല ഭാഗത്തും ഈ ആൺകുട്ടികളെ മാത്രം എടുത്തുകൊണ്ട് ബാക്കി പെണ്ണാണെന്നറിഞ്ഞ് അബോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി ലിംഗനിർണ്ണയം പാടില്ല, ഒരു രീതിയിലും. അതിലേക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒരു രീതിയിലും പാടില്ല. അങ്ങനെ ഉണ്ടായാൽ 3 വർഷം വരെ കഠിന തടവ് ഉണ്ടാകും എന്നുള്ള ഒരു നിയമം ഉണ്ട്. ആ നിയമം ഇരിക്കെ ഈ പുള്ളിക്കാരത്തിയുടെ ഒരു പ്രവൃത്തി ആ നിയമത്തിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പുള്ളിക്കാരത്തിയുടെ ഇത്രയാണ് ഇത്. വലത്ത് 2 ലൈനായിട്ട് കാണുന്ന സ്പൈന്, അത് നമുക്ക് റെയിൽവേ ട്രാക്ക് പോലെ അത് വന്നിട്ടുണ്ട്. ഇത് കാണുന്ന സ്പൈൻ കട്ട്, ഇത് ഹാൻഡ്, ഇത് റിസ്റ്റ്, ഇത് ഫോറാണ്. ഇത് നോക്കിയോ, തല മൊത്തം ദേഹം പൊക്കി കാണിച്ചിരുന്ന മൂമെന്റ് ആണോ നമ്മൾ പറഞ്ഞത്? അനങ്ങാണ് കാണിച്ചിരുന്നത്. കേട്ടോ, ക്ലിയർ അല്ലേ? കണ്ടല്ലോ പുള്ളി പറയുന്നത്. പുള്ളി ഒരു ആക്ടിന്റെ പേരൊക്കെ പറയുന്നുണ്ട്, ഒരു നിയമത്തിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. അതായത് ലിംഗനിർണ്ണയം, നമുക്ക് എല്ലാവർക്കും അറിയാം. ലിംഗനിർണ്ണയം എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമപരമായിട്ട് കുറ്റമാണല്ലേ. ലിംഗം, അതായത് പ്രസവിക്കുന്നതിന് മുമ്പേ ലിംഗനിർണ്ണയം പാടില്ല. ആൺകുട്ടികളാണെങ്കിൽ പ്രസവിക്കും, പെൺകുട്ടികളാണെങ്കിൽ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കൊല്ലുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് പാടില്ല, അത് നിയമവിരുദ്ധമാണ്. അപ്പോൾ ആ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ നമ്മുടെ ദിയ കൃഷ്ണയും ഹസ്ബൻഡും അവരുടെ ഹാപ്പി മൊമെന്റ് ആണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ ഹാപ്പി മൊമെന്റ്സ് ആണത്. അവർ ആ കൊച്ചിന്റെ ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്ന അവരൊക്കെ നല്ല ചിരിക്കുന്നുണ്ട്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ അറിവില്ലായ്മ കൊണ്ടാവാം സംഭവം എന്താണ്, അങ്ങനെ ഒരു സംഭവം ആ ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ സ്കാനിങ് സെന്ററിലുള്ളവർ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണ് ആ കൊച്ചി പൊങ്ങുന്നതും കൊച്ചിന്റെ ഇത് സംഭവങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ പുള്ളി അതിനകത്ത് പറയുന്നുണ്ട്. അടുത്ത ഒരു ചെറിയ പാട്ടും കൂടി ഞാൻ വെക്കാം. ഈ പുള്ളി അതിനകത്ത് പറയുന്നുണ്ട്, ലിംഗനിർണ്ണയം 3-ാം മാസത്തിൽ ലിംഗനിർണ്ണയം നടത്താൻ പാടാണ്, ഇമ്പോസിബിൾ അല്ല, പക്ഷെ കുറച്ച് പാടാണ് എന്നാണ് ഈ ഡോക്ടർ പറയുന്നത്. എൻ്റെ അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയത്തില്ല. ഈ ലിംഗനിർണ്ണയം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ഈ ദിയയുടെ ഒരു പോസ്റ്റ്, അതായത് ഈ സ്കാനിങ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ദിയ ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് ഞാൻ ഇവിടെ വെക്കാം. ആ പോസ്റ്റ് എഴുതിക്കുന്നത് എന്താണ്,
ക്യാൻ വെയിറ്റ് ടു മീറ്റ് യു അവർ ലിറ്റിൽ ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടാണ് ആ പോസ്റ്റ്. ലിറ്റിൽ ഏഞ്ചൽ എന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ലിറ്റിൽ ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ പെൺകുട്ടികളെയാണ് അങ്ങനെ ഏഞ്ചൽ എന്ന് ഇടാറ്. ആൺകുട്ടികളെ അങ്ങനെ ഏഞ്ചൽ എന്ന് വിളിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആ പോസ്റ്റോട് വെച്ചതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ലിംഗ നിർണ്ണയം നടത്തിയോ? അപ്പോൾ പ്രസവിക്കാൻ പോകുന്നത് പെൺകുഞ്ഞാണെന്ന് ദിയ കൃഷ്ണ അറിഞ്ഞു എന്നുള്ളതാണ് അല്ലേ. കാൻ വെയിറ്റ് ടു എന്താണ് അവർ ലിറ്റിൽ ഏഞ്ചൽ എന്നാണ് പറയുന്നത് അല്ലേ. നമ്മുടെ ഏഞ്ചലിനെ ഇനി എന്തായാലും എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ എന്നുള്ള അവരുടെ ഒരു അമ്മയുടെ ഒരു സന്തോഷമാണ് സത്യം. പക്ഷേ ഇത് സന്തോഷമൊക്കെ ശരി തന്നെ, ഇതൊരു നിയമലംഘനമാണ്. രാജാവിൻ്റെ മകൾക്ക് നിയമം ലംഘിക്കാം എന്നൊന്നുമില്ലല്ലോ. ഇനി ആ ഡോക്ടർ പറയുന്ന മറ്റു ഗുരുതര ആരോപണങ്ങൾ നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം. ഫോക്കസ് ചെയ്താണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും അതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റിയ എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ കോർട്ട് ഓർഡർ ആയിരിക്കാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പർപ്പസിനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഒരു പഠിപ്പിക്കുന്ന ഒരു മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം. ഇതൊരു രീതിയിലും ലിംഗനിർണ്ണയത്തിനെ സഹായിക്കുന്നതല്ലായിരിക്കണം. അതൊരിക്കലും അങ്ങനെ ഉണ്ടാകരുത്. ലിംഗനിർണ്ണയം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത്. പക്ഷേ ഈ കുട്ടിയുടെ ഗർഭം 3-ാം മാസം ആണ്. ലിംഗനിർണ്ണയത്തിനുള്ള ചാൻസ് വളരെയധികം കുറവാണെങ്കിൽ തന്നെയും ഈ ഒരു പ്രവൃത്തി ഈ ഒരു നിയമത്തിന് ഭയങ്കര ആയിട്ടുള്ള ഒരു ഡൈലൂഷൻ അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയാണ് നടത്തിയത്. കാര്യം ആ കുട്ടിക്ക് ഒട്ടും തന്നെ വിവരം ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രവൃത്തി ചെയ്യത്തില്ലായിരുന്നു. ആ വീഡിയോ ഞാനത് ഫെയ്ഡ് ആക്കിയതാണ്. നല്ലവണ്ണം ക്ലാരിറ്റി ആയിട്ട് അത് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോ അതൊരിക്കലും അനുവദിച്ചുകൂടാ. അങ്ങനെ അനുവദിക്കുകയാണെങ്കിൽ ഈ നിയമം ഉണ്ടാകേണ്ട സാഹചര്യമില്ല. എന്നിട്ട് പുള്ളിക്കാരത്തിയുടെ ചാനൽ, അതായത് യൂട്യൂബ് ചാനലായിട്ടുള്ള OC ടോക്സിനകത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ബോധമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. കാര്യം അങ്ങനെ ഒരു നിയമമുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട് 1994. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഈ കുട്ടി കാണിച്ചത് ഭയങ്കര ഒരു വീഴ്ചയാണ്. അപ്പോൾ പുള്ളി ഇതിനകത്ത് പറയുന്നത് എന്താണ്? പുള്ളി പറയുന്നത് വെച്ചാൽ വളരെ നല്ല രീതിയിൽ എന്താണ് നല്ല രീതിയിൽ സൂം ചെയ്ത് നല്ല ക്ലാരിറ്റിയോടെ, അത് നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടാൽ മനസ്സിലാവും. വളരെ നല്ല കൃത്യമായിട്ട് ക്ലാരിറ്റിയോടെ സൂം ചെയ്ത് തൊട്ടടുത്ത് പോയി ഷൂട്ട് ചെയ്താണ് ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഈ പുള്ളി അത് ബ്ലർ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അതിൽ നമുക്ക് ഈ പുള്ളിക്കും അത് എന്ത് ചെയ്യാൻ പാടില്ല, ഇതുപോലെ പബ്ലിക്കായിട്ട് ഇടാൻ പാടില്ല. ആ പുള്ളിക്കും നിയമക്കുരുക്ക് വരും. അതുകൊണ്ടാണ് പുള്ളി അത് ബ്ലർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി പറയുന്നതാണ്, പുള്ളി ഈ ദിയ കൃഷ്ണയ്ക്ക് കുറച്ച് വിവരമില്ലായ്മ, അത് ശരിയാണ്, കുറച്ച് വിവരമില്ലായ്മയുടെ കുറവുണ്ട്, കുറച്ച് അഹങ്കാരമുണ്ട്. കുറച്ച് വിവരമില്ലായ്മയും കുറച്ച് അഹങ്കാരവുമാണ് നമ്മളൊരു രാജാവിൻ്റെ മക്കൾ, നമ്മൾ ജന്മികളും ബാക്കിയെല്ലാ അടിയാളന്മാരും എന്നുള്ളൊരു ചിന്ത, അങ്ങനെ ഒരു ചിന്ത ഈ ദിയ കൃഷ്ണയ്ക്ക് ഉണ്ട്. അതിൻ്റെയൊക്കെ തിരിച്ചടികളാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ പുള്ളി പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ഇങ്ങനെ എടുത്തു ഈ സ്കാനിങ് ഇതൊക്കെ കാണിച്ചു കൊടുക്കാമെങ്കിൽ പിന്നെ അങ്ങനെ ഒരു നിയമത്തിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ. അങ്ങനെ ഒരു നിയമം ഇല്ലല്ലോ. അപ്പോൾ ഇവർ ഈ പറയുന്ന കൊച്ചിനെ നശിപ്പിച്ച് കളയാനോ അങ്ങനെയൊന്നും അല്ല. അവരത് സ്കാൻ ആ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് സന്തോഷമാണ് നടക്കുന്നത് അല്ലേ. അവർക്ക് സന്തോഷമാണ്, അവരുടെ ഏറ്റവും വലിയൊരു സന്തോഷത്തിൽ ആണ് നിൽക്കുന്നത്. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് നിയമപരമായിട്ട് തന്നെ പോകുന്നു. ഇതിനകത്ത് ഈ ഡോക്ടർ എന്ന് പറയുന്നുണ്ട്, ഇവർ 1-2 അടുത്ത്, അതായത് ഫസ്റ്റ് മാസത്തിൽ ഇവർ ശ്രമിച്ചു, നടന്നില്ല. 2ാമത്തെ മാസത്തിൽ ശ്രമിച്ചു, നടന്നില്ല. 3-ാമത്തെ മാസം വന്നപ്പോഴാണ് നടന്നത് എന്ന് ദിയ കൃഷ്ണ പറയുന്നുണ്ട്. ഈ ഡോക്ടറിനകത്ത് പറയുന്നുണ്ട്, ഇത് ദിയയുടെ പ്രശ്നമല്ല, ദിയയെ കുറ്റപ്പെടുത്താൻ നമുക്ക് വഴി, അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടായിരിക്കാം, ഈ സ്കാനിങ് സെന്ററിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ദിയ കൃഷ്ണ തന്നെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അതായത് ആദ്യം പോയിട്ട് നടന്നില്ല, 2ാമത് പോയിട്ട് നടന്നില്ല. ആ ഒരു വീഡിയോ കൂടി കാണാം. കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഇല്ല ഒന്നും പറ്റൂല, ഒന്നുമില്ല. ഇന്നലെ വേദനിച്ചില്ലല്ലോ, പിന്നെന്താ? അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്കാനും 3rd മന്തിന്റെ സ്കാനും, സത്യം പറഞ്ഞാൽ 3rd മന്ത് ഇന്ന് നമ്മൾ സ്കാൻ എടുക്കാൻ പോയപ്പോൾ, നമ്മൾ ഫസ്റ്റ് സ്കാനിന് പോയപ്പോൾ അവിടെ ആക്കി അലോ ചെയ്തില്ലായിരുന്നു. അപ്പൊ നമ്മൾ 3rd മന്ത് സ്കാനിന് പോകുമ്പോൾ അവിടെ മിക്കവാറും അലോ ചെയ്യില്ല എന്ന് വിചാരിച്ച ആ മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ ആക്ച്വലി പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റി. അതുകൊണ്ട് എനിക്ക് വീഡിയോയുടെ ബിഗിനിങ് ഞാൻ സംസാരിക്കുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് ഷോർട്സ് കാണിക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെയാണ് ഞാൻ കാണിച്ചത്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു സ്കാനിങ് ദേവനതി പോവായിരുന്നത് സ്കാനിങ് ആൻഡ് ഇത്രയേ ഉള്ളതാണ്. അതിന് പറഞ്ഞ കേട്ടോ, ആദ്യത്തെ മന്ത് എന്താണ് അവർ ഈ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. 3ാമത്തെ മന്ത് പോയപ്പോൾ അവർ സമ്മതിച്ചത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുത്ത് നിങ്ങൾക്ക്. പിന്നെ അപ്പോഴൊന്നും ദിയ കൃഷ്ണയ്ക്ക് ഇതൊരു പിന്നെ ഇല്ലീഗലാണ് അല്ലെങ്കിൽ നിയമവിരുദ്ധമാണെന്നൊന്നും ദിയക്ക് അറിഞ്ഞൂടാ എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ അറിയാതെ ഫസ്റ്റ് ടൈം പോയപ്പോൾ സ്കാനിങ് എടുക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് നിയമവിരുദ്ധമാണ്. അപ്പൊ ദിയക്ക് ഇത് പിന്നീട് നിയമവിരുദ്ധമാണെന്ന് അറിയില്ല എന്നല്ല, ഈ പറയുന്ന ദിയയ്ക്ക് അറിയാം. അപ്പോൾ ദിയ വിചാരിച്ചായിരിക്കും നമ്മൾ സാധാരണക്കാരെന്നല്ലോ, നമ്മൾ രാജാവിൻ്റെ മക്കളൊക്കെ ആണല്ലോ, എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ എന്താണ്
പിന്നെ രാഷ്ട്രീയത്തിലൊക്കെ വൽ പിടിപാടുള്ള അടുത്ത പ്രധാനമന്ത്രിയോ അല്ല മുഖ്യമന്ത്രിയോ ഒക്കെ ആവാൻ ചാൻസ് ഉള്ള, അതുപോലെ തന്നെ ഈ നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിൽ നോക്കുന്ന ഏറ്റവും വലിയ സെലിബ്രിറ്റി ആയ നാലാൾ അറിയുന്ന ഒരു വ്യക്തിയാണല്ലോ ഞാൻ. അതുകൊണ്ട് എനിക്ക് നിയമമൊന്നും ഒരു കോപ്പുമില്ല. എനിക്ക് നിയമത്തിന്റെ കാറ്റിൽ പുറത്തും എനിക്ക് തോന്നും പോലെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ നമ്മുടെ ബോച്ചെ കണ്ടില്ലേ, എന്താ പണക്കൊഴുപ്പിൽ എന്തും ചെയ്യാമെന്ന് കരുതി പറഞ്ഞ് ഇത് ബോച്ച ഉള്ളയിലാണ്. അതുപോലെ ദീപു ചിലപ്പോൾ മിക്കവാറും ഉള്ളയിൽ കിടക്കേണ്ടതായിട്ട് വരും. ഇതിന്റെ കേസ് എന്തായാലും ഉണ്ടാവും. ഇത് ഇപ്പൊ എന്തായാലും ഇതിലൊരു ചോദ്യം ഉണ്ടാവും, മനസ്സിലായോ? ആർക്കും പിന്നെ രാജാവിന്റെ മകളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിയമം എല്ലാവർക്കും, എത്ര പാവപ്പെട്ടവരായാലും എത്ര ഉന്നതരായാലും നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ഇത് ചെയ്തത് നിയമവിരുദ്ധമാണ്. അങ്ങനെ സ്കാനിംഗ് റിപ്പോർട്ട് മുമ്പേ ഈ പറയുന്ന ലിംഗനിർണയം നിയമപരമായിട്ട് തെറ്റാണ്. ആ ലിംഗനിർണയമാണ് താങ്കൾ എടുത്തിരിക്കുന്നത്, താങ്കൾ അത് ചെയ്തിരിക്കുന്നത്. നിങ്ങളെ സ്കാനിംഗ് റിപ്പോർട്ട് കാണിക്കുക മാത്രം. അത് എന്ത് ചെയ്തു? ഈ പറയുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അത് പ്രചരിക്കുകയും കൂടി ചെയ്തു. അതിന് താങ്കൾ പിന്നീട് മൈ ലിറ്റിൽ ഏഞ്ചൽ എന്നൊക്കെ ഇട്ട് പിന്നെ പോസ്റ്റും കൂടി കൊടുക്കുമ്പോൾ അത് ഒരു പെൺകുട്ടിയാണെന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും. അതിനർത്ഥം താങ്കൾ ലിംഗനിർണയം നടത്തി എന്നുള്ളത് വളരെ ക്ലിയർ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വരും വരായിക, അതായത് ഇതിന്റെ കേസുമായിട്ട് ഇനി വരുന്ന കേസുകൾ താങ്കൾ എന്തായാലും അഭിമുഖീകരിച്ചേ പറ്റുള്ളൂ. കേസിന്റെ വഴിയിലോട്ട് തന്നെ പോകുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തി നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.